നിശ്ചയമായും അമേരിക്ക ഇന്ത്യയോട് കാണിച്ച അനീതിയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഈ വന്ന മനുഷ്യരെന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, അല്ലേ, അനധികൃത കുടിയേറ്റക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ പൗരന്മാരാണ്. അപ്പോൾ ആ പൗരന്മാരോട് ഈ അമേരിക്ക കാണിച്ചിട്ടുള്ളത് അങ്ങേയറ്റം അനീതിയാണെന്ന തരത്തിലുള്ള സംശയമില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 40 മണിക്കൂറാണ് ഈ യാത്ര എന്ന് പറയുന്നത്. 40 മണിക്കൂറിനകത്ത് ഒരു ടോയ്ലറ്റ് ബ്രേക്കാണുള്ളത്, ഒറ്റ ടോയ്ലറ്റ് ബ്രേക്ക്. ആ ടോയ്ലറ്റ് ബ്രേക്കിൽ തന്നെ എങ്ങനെയാണ് അവരെ കൊണ്ടുപോയത്? ഈ വന്ന ആളുകൾ അവരുടെ അനുഭവം വിശദീകരിക്കുമ്പോൾ അവരെ ഇപ്പം നമുക്കറിയുന്നത് പോലെ ഹാൻഡ് കഫ്സ് ഉപയോഗിച്ചിരുന്നു, അല്ലേ, 2 കൈയിലും വിലങ്ങിട്ടിരുന്നു, കാലിൽ ചങ്ങലയിട്ടിരുന്നു. എന്നിട്ട് അവരെ ഈ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയത് വലിച്ചിഴച്ചുകൊണ്ടാണ്. അങ്ങനെ അല്ലാതെ പോകാൻ കഴിയില്ലല്ലോ. ഈ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുള്ള മനുഷ്യർക്ക് പിന്നെ എങ്ങനെയാണ് ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയുക? 40 മണിക്കൂർ അവരെ അങ്ങനെ ഇരുത്തിയെന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, 1 ഇഞ്ച് പോലും അനങ്ങാൻ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 1999 കാൻഡഹാറിലേക്ക് ഒരു പ്ലെയിൻ ഹൈജാക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലേ. ആ കാൻഡഹാറിലേക്കുള്ള പ്ലെയിൻ ഹൈജാക്കിൽ പെട്ടിട്ട് തിരിച്ചു വന്ന മനുഷ്യർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഈ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയിനിലുള്ള മനുഷ്യരെ മുഴുവൻ തലകുനിച്ചിങ്ങനെ ഇരിക്കാനാണ് പറയുക. തലകുനിച്ച് കൈയും ചുരുട്ടി ഇരുന്നു കൊള്ളണം. ആരെങ്കിലും തല ഉയർത്തിയാൽ പിന്നിൽ നിന്ന് വലിയ മർദ്ദനമാണ് ഉണ്ടാവുക. ആ രീതിയിലല്ലേ ഇങ്ങോട്ടേക്ക് ഈ ആളുകളെ കൊണ്ടുവന്നെന്ന് പറയുന്നത്.